ബേത്ലഹേം മിനിസ്ട്രീസിന്റെ ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകരും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യപ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനമറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ശാശ്വത ഭവനം എന്നുള്ളതാണ്. ഇതിനാധാരമായി സഭാപ്രസംഗി 12-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ജ്ഞാനികളിൽ ജ്ഞാനിയായി കരുതപ്പെടുന്ന ശലോമോനാണ് സഭാപ്രസംഗി എന്ന പുസ്തകം എഴുതിയത്. സഭാപ്രസംഗി 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യം വരെയും അദ്ദേഹം തെളിയിക്കുന്നത് സൂര്യന് കീഴെ കാണുന്നതെല്ലാം മായയാണെന്നാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യൗവനം മായയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതം താൽക്കാലികമാണെന്നും ഇവിടെയുള്ള എന്തെല്ലാം സമ്പത്തോ സമൃദ്ധിയോ സുഖങ്ങളോ ഉണ്ടെങ്കിലും ഇതെല്ലാം മായയാണെന്നും ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ശലോമോൻ മനസ്സിലാക്കി. 11-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 9-ാം വാക്യത്തിൽ പറഞ്ഞ്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. ഇത്രയും കേട്ടാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. അപ്പം എങ്ങനെ വേണേൽ ജീവിച്ചോളാൻ ശലോമോന് അനുവാദം തന്നതാണ്. യൗവനക്കാരോട് അവരുടെ ജീവിതം മായയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. യൗവനക്കാരല്ല, എല്ലാവർക്കും തെളിയിക്കുകയാണ് ജീവിതം മായയാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇവിടെ കാണുന്നതെല്ലാം മായയാണ്. ഒരു മായാ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ശലോമോൻ യൗവനക്കാരോട് പറയുകയാണ്, യൗവനകാലത്ത് എങ്ങനെ വേണേൽ ജീവിച്ചോ, പക്ഷേ അതിൻ്റെ അവസാനം പറയുന്നു, എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അഥവാ ഈ മായയായ ജീവിതം അവസാനിക്കും, ഈ ലോകജീവിതം അവസാനിക്കും. പക്ഷെങ്കിൽ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ഇതിന് ശേഷം എന്തു സംഭവിക്കും? ഈ ജീവിതത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ? അഥവാ ഒരു മനുഷ്യന്റെ ഇവിടുത്തെ ആയുസ് തീരുമ്പോൾ എല്ലാം തീരുകയാണോ? അല്ല. ശലോമോൻ പറഞ്ഞു ഇവിടെ ഉള്ളതെല്ലാം മായയാണ്. പക്ഷെങ്കിൽ ശലോമോൻ പറയുന്നു, മനുഷ്യൻ തൻ്റെ ശാശ്വത വീട്ടിലേക്ക് പോകും. അപ്പോൾ മനുഷ്യന് ശാശ്വതമായ ഒരു വീടുണ്ട്. മനുഷ്യൻ ഇവിടെ പാർക്കുന്ന ഈ ഭൂമി അവൻ്റെ ശാശ്വത വീടല്ല. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം മായയാണ്. എന്നാൽ ഇതിനപ്പുറം ശാശ്വതമായി എന്തോ ഉണ്ട്. 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ സകലവും മായ 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 എന്ന് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ പറയുന്നു ശാശ്വതമായ ഒന്നുണ്ട്. മനുഷ്യന് ഒരു ശാശ്വത ഭവനമുണ്ട്. മനുഷ്യൻ ഒടുവിൽ അവൻ്റെ ശാശ്വത ഭവനത്തിലെത്തും. അഥവാ മനുഷ്യൻ ഇവിടെ പാർക്കുമ്പോൾ അവൻ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ താൽക്കാലികമായി ജീവിക്കുന്നവനാണ്. ശാശ്വത ഭവനത്തിലെത്തും എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് പറയുന്ന വാചകം ഇതാണ്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അപ്പോൾ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമ്പോൾ കുറെ പേർ ഇവിടെ വിലപിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കരയുന്നു. പക്ഷെ മനുഷ്യൻ ഇവിടെ നിന്ന് പോവുകയാണ്, ശാശ്വത വീട്ടിലോട്ട് പോവുകയാണ്. എവിടോട്ടാണ് പോകുന്നത്? ശാശ്വതമായി എവിടെ വസിക്കണോ അവിടോട്ട് പോവുകയാണ്.
എല്ലാവരുടെയും ശാശ്വത വീട് ഒന്നല്ല. മനുഷ്യൻ ശാശ്വത വീട്ടിൽ പോകും. പക്ഷെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചോ അതനുസരിച്ചാണ് അവന്റെ ശാശ്വതമായ പാർപ്പിടം ഏതെന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. ഇവിടെ ശലോമോൻ 12-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ പറയുന്നത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ള, ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമല്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കി എന്ന് പറഞ്ഞിട്ട് വാർദ്ധക്യത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് പറയുന്നത്. യൗവനത്തിലെ ആരോഗ്യം നശിച്ചു പോകും, യൗവനത്തിലെ കാഴ്ച ഇല്ലാതെയാകും, യൗവനം മായയാണ്. മനുഷ്യന് പ്രായമാകുമ്പോൾ എന്തെല്ലാം ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരുമെന്നെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒടുവിൽ മരിക്കും എന്ന് സമർത്ഥിക്കുകയാണ്. മനുഷ്യൻ മരിക്കുമെന്ന് മനുഷ്യനോട് പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമല്ല, മരിക്കാൻ ആഗ്രഹമില്ല. ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്, ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മരണം അടുത്തെന്നുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ എന്നെ കാണിക്കണമെന്ന്. കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, പല ലക്ഷണങ്ങൾ ഞാൻ നിന്നെ കാണിച്ചു, പക്ഷെ നീ അതെല്ലാം അവഗണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്തുവാ ഞാൻ മരിക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണം എന്തുവാ ദൈവം എന്നെ കാണിച്ചതെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഒന്നാമത് നീ മരിക്കുമെന്നുള്ളതിൻ്റെ നിന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് നിന്റെ മുടി ഞാൻ നരപ്പിച്ച് കാണിച്ചല്ലോ, പക്ഷെ നീ അത് പെയിൻ്റ് അടിച്ച് മറച്ചു. നിന്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞല്ലോ, അപ്പോഴും നിന്റെ ശരീരം ക്ഷയിക്കുന്നത് നീ സമ്മതിക്കാതെ കണ്ണാടി വെച്ചത് മറച്ചു. നിന്റെ കേൾവി കുറഞ്ഞല്ലോ, അപ്പം ചെവിക്കകത്ത് ഇയർ പ്ലഗ് വെച്ചു. സൗന്ദര്യം കുറഞ്ഞല്ലോ, അപ്പോഴേ മേക്കപ്പ് ഇട്ടത് പരിഹരിച്ചു. പല്ല് കൊഴിഞ്ഞല്ലോ, അപ്പോൾ വേറെ പല്ല് വെച്ചു. ഞാൻ പറഞ്ഞത് കണ്ണാടി വെക്കരുതെന്നോ പല്ല് വെക്കരുതെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഇതെല്ലാം മനുഷ്യന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ളതിൻ്റെ അടയാളമാണ്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യത്യാസവും സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്ന ഭവനത്തെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, മനുഷ്യൻ ഇപ്പോൾ വസിക്കുന്ന മനുഷ്യന്റെ ശരീരം മനുഷ്യന്റെ താൽക്കാലിക ഭവനമാണ്. മനുഷ്യൻ പാർക്കുന്ന വീട് അവന്റെ താൽക്കാലിക വീടാണ്. അപ്പോൾ ഒന്നാമത്, നമ്മുടെ ശരീരം ഒരു താൽക്കാലികമായ നമ്മുടെ ഭവനമാണ്. ഈ ശരീരം താൽക്കാലികമാണ്. അതാ ഞാൻ പറഞ്ഞത്, താൽക്കാലികമായതുകൊണ്ടാണ് ഈ ശരീരം ക്ഷയിച്ച് ആരോഗ്യം ക്ഷയിച്ച് വരുന്നതിന്റെ കാരണം അതാണ്. അഥവാ ഈ താൽക്കാലികമായ ഒരു ഭവനമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഇത് പൊളിയുമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ശരീരം പൊളിയാറായി എന്ന് പറഞ്ഞു. അത് ശരീരം ഒരു ഭവനം എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഭവനം, വീട് പൊളിയുകയാണ്, കൂടാരം പൊളിയുകയാണ്. മനുഷ്യന്റെ ശരീരം ശാശ്വതമായ ഒരു ഭവനമല്ല, ഒരു കൂടാരമാണ്, താൽക്കാലികമായ ഒരു കൂടാരമാണ്. മനുഷ്യന്റെ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ് മനുഷ്യന്റെ ശരീരം. ഇത് സ്ഥിരമായ ഒന്നല്ല. ഈ ശരീരം ഇതെന്റെ ശാശ്വതമായ വീട് അല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട്, കൂടാരമായി എൻ്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാലെന്നാണ്. അപ്പോൾ തന്റെ ശരീരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇത് വെറും ഒരു കൂടാരമാണ്, ഇത് ഭൗമ ശരീരമാണ്, ഇത് അഴിഞ്ഞു പോകുന്ന ഒരു ശരീരമാണ്. അഥവാ ഈ ശരീരം എന്നും ഇങ്ങനെ നിലനിൽക്കത്തില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ അങ്ങ് നിൽക്കും, എപ്പോഴും ഈ സൗന്ദര്യം നിലനിൽക്കും, എപ്പോഴും ഈ ആരോഗ്യം നിലനിൽക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കും. പക്ഷേ ഓരോ ദിവസവും മനുഷ്യൻ മനസ്സിലാക്കണം, ഇത് ഒരു താൽക്കാലികമായ ഭവനമാണ്, എനിക്ക് ശാശ്വതമായ ഒരു ഭവനം ഉണ്ട്. പൗലോസ് പറയുന്നത്, കൂടാരമായ എൻ്റെ ഈ ഭൗമഭവനം, എൻ്റെ ശരീരം ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ദൈവം എനിക്ക് ഒരുക്കുന്നുണ്ട്. അഥവാ എൻ്റെ ആത്മാവ് ഇപ്പോൾ വസിക്കുന്ന ഈ ശരീരം ഒരു കൂടാരമാണ്, ഇതൊരു ടെന്റാണ്, വെറും ഒരു ടെന്റാണ്.
ഇത് ഏത് സമയത്തും പൊളിഞ്ഞു പോകാവുന്ന ഒരു ടെൻ്റാണ്. ഇത് മർത്യ ശരീരമാണ്. ഈ ശരീരം വിട്ട് ഞാൻ ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടി വരും എന്ന് ബൈബിള് പറയുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ 2 പുസ്തകം 5-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. മനുഷ്യനെ അറിയേണ്ട കാര്യങ്ങൾ: 1, ഇതെന്റെ ശാശ്വത ഭവനമല്ല. എൻ്റെ ഈ ശരീരം താൽക്കാലികമായി എൻ്റെ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ്. 2, ശാശ്വതമായ ഒരു ഭവനം എനിക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പരദേശിയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു വാചകം: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, എൻ്റെ അകത്തെ മനുഷ്യനെന്നും പുറത്തെ മനുഷ്യനെന്നും പറയുന്നു. പുറത്തെ മനുഷ്യനെന്ന് പറയുന്ന ഈ കൂടാരത്തെക്കുറിച്ചാണ്, നമ്മുടെ ശരീരം. എന്നാൽ ഇതിൻ്റെ അകത്ത് വേറൊരു മനുഷ്യനുണ്ട്. അതാ പൗലോസ് പറയുന്നത്, എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ്, എൻ്റെ അകത്തെ മനുഷ്യൻ. പുറത്തേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു വരുന്നെന്നാണ് പറയുന്നത്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുകയാണ്. പ്രായമാകുമ്പോൾ ശരീരം ക്ഷയിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നു, കേൾവി കുറയുന്നു, പല്ല് ഇളകിപ്പോകുന്നു, മുടി നരയ്ക്കുന്നു, ശരീരം വിറയ്ക്കാൻ തുടങ്ങുന്നു. അത് മനുഷ്യൻ്റെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോവുകയാണ്. പക്ഷേ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പൗലോസ് പറയുന്നത്, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പാർക്കുന്ന താൽക്കാലികമായ ഭവനം മാത്രമാണ് ശരീരം. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. പുറത്തെ മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ആഹാരം കഴിക്കുന്നത്. രോഗങ്ങൾ വരുമ്പോൾ മരുന്ന് കഴിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? പുറത്തേ ഉള്ള മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, പുറത്തെ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇത് ശാശ്വത ഭവനമല്ല, താൽക്കാലികമായ കൂടാരമാണ്. ഈ താൽക്കാലിക ഭവനത്തിന്റെ, ഈ കൂടാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ പണം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, സമയത്ത് ആഹാരം കഴിക്കുന്നു, അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. പക്ഷേ അകത്തെ മനുഷ്യന് വേണ്ടി എന്നാ ചെയ്യുന്നത്? ഇത് താൽക്കാലികമാണ്. താൽക്കാലികത്തിന് വേണ്ടി മനുഷ്യൻ എത്ര പണം വേണേലും ചെലവഴിക്കും. ഈ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി എത്ര പണം വേണേലും ചെലവഴിക്കും. എല്ലാ ദിവസവും ആഹാരം കഴിക്കും. പക്ഷെ അകത്തെ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നത്? അകത്തെ മനുഷ്യന് വിശപ്പില്ലയോ? അകത്തെ മനുഷ്യനും ദാഹമില്ലയോ? ഉണ്ട്. അകത്തെ മനുഷ്യന്റെ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്, ആത്മീയ ദാഹമാണ്. അകത്തെ മനുഷ്യന്റെ വിശപ്പ് ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. അപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിക്കണം, ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് മനുഷ്യൻ അനുഭവിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവിക കൂട്ടായ്മയിലാണ് അകത്തെ മനുഷ്യൻ വളർന്നു വരുന്നത്. അപ്പോൾ ഈ പുറമേയുള്ള മനുഷ്യൻ അത് പൊളിഞ്ഞു പോകാനുള്ള മനുഷ്യനാണ്. ഇത് ശാശ്വതമായ ഭവനമല്ല, ഇത് താൽക്കാലികമായ ഒരു ഭവനമാണ്. എന്നാൽ ബൈബിൾ നൽകുന്ന പ്രത്യാശ, ഈ താൽക്കാലികമായ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും മരണം കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നില്ല. ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് ഒരു ദിവസം മരിച്ചു പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുറമേയുള്ള മനുഷ്യന് നിലനിൽപ്പില്ല. അകമേയുള്ള മനുഷ്യൻ അവന്റെ ശാശ്വത വീട്ടിലോട്ടങ്ങ് പോവുകയാണ്. അകമേയുള്ള മനുഷ്യൻ ഒന്നുകിൽ യാതനാസ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയിലേക്ക് പോകുന്നു. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു, ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ മരിച്ചപ്പോൾ യാതനാസ്ഥലത്തേക്ക് പോയി. ലാസർ മരിച്ചപ്പോൾ അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാർ കൊണ്ടുപോയി. അപ്പോൾ മനുഷ്യനൊരു ശാശ്വത ഭവനമുണ്ട്. ലാസർ അവന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയി, അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ധനവാൻ അവന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയി, യാതനാസ്ഥലത്തേക്ക് പോയി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മൾ വസിക്കുന്നത് പരദേശികളായി പാർക്കുന്നു, എന്നാൽ ശാശ്വത ഭവനത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ഥലം മാറാനൊക്കത്തില്ല.
ധനവാന് യാതനാസ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അബ്രഹാമിനോട് പറയുന്നുണ്ട്, ലാസറിനെ ഒന്ന് വിടണം, അവൻ്റെ കൈ വെള്ളത്തിലൊന്ന് മുക്കി എനിക്കൊരു തുള്ളി വെള്ളം തരണമെന്ന് പറയുമ്പോൾ പറയുന്നത്, ലാസറിന് ഇങ്ങോട്ട് വരാനൊക്കത്തില്ല, നിനക്ക് അങ്ങോട്ടും പോകാനൊക്കത്തില്ല. കാരണം മരണത്തോടുകൂടെ മനുഷ്യൻ അവൻ്റെ ശാശ്വത ഭവനത്തിലെത്തുകയാണ്. യാതനാസ്ഥലത്തെത്തിയവന് പിന്നീട് നടക്കുന്ന ഒരു പ്രാർത്ഥന കൊണ്ടും കൂദാശ കൊണ്ടും അവന് പർദീസയിലെത്താൻ പറ്റുകയില്ല, അബ്രഹാമിൻ്റെ മടിയിലെത്താൻ പറ്റുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ശാശ്വത വീട് എവിടെയായിരിക്കണമെന്ന് അവൻ തീരുമാനിക്കണം. എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു ശാശ്വത വീടുണ്ട്. മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗം നാം ആദ്യം വായിച്ച 12-ാം അധ്യായത്തിൻ്റെ ആരംഭകാലത്ത് പറയുന്നത്, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ആരോഗ്യമുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ തൻ്റെ ശാശ്വത വീടിന് വേണ്ടി അവനെ ഒരുങ്ങണം. എൻ്റെ ഈ കൂടാരം പൊളിയുമെന്നും ഈ താൽക്കാലികമായ കൂടാരം പൊളിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിലനിൽപ്പില്ല. ദിവസങ്ങൾ കൊണ്ട് ഇത് ദ്രവിക്കും. ദിവസങ്ങൾ കൊണ്ട് ഇതിന് കൃമികൾക്ക് ഇരയായിത്തീരും. മരിച്ച മണിക്കൂറുകൾ കഴിയുമ്പോൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. കാരണം ഇത് ശാശ്വത ഭവനമല്ല. എന്നാൽ ബൈബിൾ നൽകുന്ന പ്രത്യാശ, ഒരു മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടാലും അവൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും ദ്രവിച്ചു പോയാലും ഒരു ഭക്തന് ദൈവം നൽകുന്ന പ്രത്യാശ, മരണത്തിനപ്പുറം അവന് ശാശ്വതമായ ഒരു ഭവനമുണ്ട്. ഈ പൊളിഞ്ഞു പോകുന്ന ഭവനത്തിന് പകരമായി അവനൊരു നിത്യമായ ഭവനമുണ്ട്. ഈ ബലഹീനമായ ശരീരത്തിന് പകരം തേജസ്സുള്ള ശരീരത്തിൽ ഒരു ഭക്തൻ ഉയർത്തെഴുന്നേറ്റ് വരും. ഈ ദ്രവത്വമുള്ള ശരീരത്തിന് പകരം അദ്രവത്വമുള്ള ശരീരത്തിൽ മനുഷ്യന് ഉയർത്തെഴുന്നേറ്റ് വരും. തേജസ്സുള്ള, അദ്രവത്വമുള്ള, അമർത്യതയുള്ള ഒരു ശാശ്വത ഭവനം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആർക്കാണ് ആ ശാശ്വത ഭവനം ലഭിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ചവരാണ്. നമ്മുടെ ഈ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശരീരമാണ്. ഇത് ഭൗമ ശരീരമാണ്, ഇത് ഭൂമിയിലേക്കുള്ള ശരീരമാണ്. എന്നാൽ നമ്മുടെ ശാശ്വത വീട്ടിലെ ഈ ശരീരം കൊണ്ട് പോകാനൊക്കത്തില്ല. ഈ ശരീരം ഈ ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യന് ഒരു ശാശ്വത വീടുണ്ട്. ആ ശാശ്വത വീട്ടിൽ ഈ ശരീരവും കൊണ്ട് പോകാനൊക്കെയല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിലെത്താൻ പറ്റുകയില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഈ ഭൗമ ശരീരത്തിൽ നമ്മൾ ജനിച്ചു. നമുക്കൊരു ജനന ദിവസമുണ്ട്. അതുപോലെ തന്നെ ശാശ്വത ഭവനത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ശരീരം കൊണ്ട് പറ്റുകയില്ല. ഈ ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷേ ശാശ്വത ഭവനത്തിൽ ഈ ജീവനും കൊണ്ട് ജീവിക്കാൻ പറ്റുകയില്ല. അവിടെ ജീവിക്കണമെങ്കിൽ നിത്യജീവൻ വേണം. അത് എങ്ങനെ ലഭിക്കും? നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. എല്ലാ മനുഷ്യനും ഭൂമിയിൽ ജനിച്ച ഒരു ജനനമുള്ളതുപോലെ തന്നെ ദൈവം ഒരുക്കിയ ശാശ്വത വീട്ടിൽ അവൻ എത്തണമെങ്കിൽ അവനെ പുതുതായി ജനിക്കണം. ഒരാത്മീക ജനനം അവനുണ്ടാകണം. അത് ഭൗതിക ജനനം പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ആത്മീക ജനനവും. ഭൗതിക ജനനത്തിന് ഒരു ജനനത്തീയതി ഉള്ളതുപോലെ തന്നെ ആത്മീയ ജനനത്തിനും ഒരു ജനനത്തീയതിയുണ്ട്. മനുഷ്യൻ പാപിയാണെന്നും ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യൻ പുതുതായി ജനിക്കുന്നത്. പുതുതായി ജനിക്കുമ്പോൾ അവന് നിത്യജീവൻ അവന്റെ ഉള്ളിലേക്ക് വരും. ആ നിത്യജീവനം കൊണ്ട് മാത്രമേ ശാശ്വത വീട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പുതുതായി ജനിക്കാത്ത ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. കാരണം അവന് ജീവനുണ്ട്, ഈ കൂടാരമുള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ മനുഷ്യൻ പുതുതായി ജനിക്കണം. ഈ കൂടാരം കൊണ്ട് അവിടെ പാൻ പറ്റുകയില്ല. ദൈവം ഒരുക്കിയിട്ടുള്ള വേറൊരു ഭവനമുണ്ട്.
പൗലോസ് പറഞ്ഞു, ഈ കൂടാരം അഴിഞ്ഞുപോയാൽ നിത്യമായൊരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാ തേജസ്സുള്ള, അമർത്യമായ, ദ്രവത്വം ഇല്ലാത്ത, അദ്രവത്വമുള്ള ഒരു ശരീരം. അതാ നമ്മുടെ നിത്യഭവനം. അതിനാണ് മനുഷ്യൻ പുതുതായി ജനിക്കണം എന്ന് പറയുന്നത്. ഒന്നാമത്, ഈ ശരീരം ശാശ്വതമല്ല, ഇത് ഒരു താൽക്കാലിക ഭവനമാണ്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് ഒരർത്ഥം കൂടെ ഈ വാക്കുകൾക്കുണ്ട്. ഇവിടെ നമ്മൾ പാർക്കുന്ന ഭവനവും ശാശ്വതമല്ല. ഇവിടെ മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങളുള്ളതുകൊണ്ട് മഴ നനയാതെ വെയിൽ കൊള്ളാതെ ജീവിക്കേണ്ടതിന് മനുഷ്യനൊരു പാർപ്പിടം ആവശ്യമാണ്. മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇവിടെ ഒരു പാർപ്പിടം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ മനുഷ്യന് വീടുകളെ പണിയും, ഭവനം പണിയും. പക്ഷെ ഒരു മനുഷ്യൻ എത്ര വലിയ വീട് പണിതാലും മനസ്സിലാക്കണം, ഇത് ശാശ്വത ഭവനമല്ല. ഇവിടെ നമ്മൾക്കുള്ള വീടുകൾ ചെറിയ വീടാണേലും വലിയ വീടാണേലും ഏത് വീട്ടിൽ പാർത്താലും ഓരോ ദിവസവും മനുഷ്യന് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, ഈ വീട് എനിക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക വീടാണ്. ഇതല്ല എൻ്റെ ശാശ്വത വീട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും വലിയ വീട് കാണത്തില്ല. ചിലരെ കുടിലായിരിക്കും ജീവിക്കുന്നത്, ചിലർ വലിയ മണിമാളികളിലായിരിക്കും ജീവിക്കുന്നത്. ഏത് വീട്ടിൽ ജീവിച്ചാലും മനസ്സിലാക്കണം, ഇത് താൽക്കാലികമായ വീടാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ കയറിക്കിടക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു വീട് മാത്രമാണിത്. അതിൽ മനുഷ്യന് അഹങ്കരിക്കാൻ പറ്റുകയില്ല. മനുഷ്യന് തൻ്റെ ശരീരത്തിൽ അഹങ്കരിക്കാൻ പറ്റുകയില്ല, ആ വീടിനെക്കുറിച്ച് അഹങ്കരിക്കാൻ പറ്റുകയില്ല. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും മനുഷ്യന് അഹങ്കരിക്കാൻ പാടില്ല, എത്ര ആരോഗ്യമുണ്ടെങ്കിലും അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഇത് പൊളിയാനുള്ള വീട് മാത്രമാണ്. ഇതേ മനോഭാവം മനുഷ്യൻ പാർക്കുന്ന വീടുകളെക്കുറിച്ചും ഉണ്ടാകണം. എന്നാൽ മനുഷ്യന് പാർക്കാനല്ല വീട് വെക്കുന്ന പലരും മത്സരമാണ്. മറ്റൊരാളേക്കാൾ വലിയ വീട് വെക്കാൻ, മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി വീട് വെക്കുകയാണ്. അവൻ പണിഞ്ഞതിനേക്കാൾ മെച്ചമായ വീട് പണിയുകയാണ്. എന്തൊരു മത്സരമാണെന്നറിയാം മനുഷ്യൻ. അവൻ്റെ വീടിൻ്റെ വലിപ്പം കൂട്ടാൻ. കുഴപ്പമില്ല, എത്ര നല്ല വീട് ആര് പാർത്താലും ഒരു കുഴപ്പവുമില്ല. പക്ഷെ എപ്പോഴും മനസ്സിലാക്കണം, ഇത് ശാശ്വത ഭവനമല്ല. ഈ കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീട് ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകേണ്ടി വരും. എന്നാൽ മനുഷ്യന് ഒരു ശാശ്വത ഭവനമുണ്ട്. ആ ശാശ്വത ഭവനത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും മടങ്ങി വരും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അഥവാ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾക്ക് ഞാൻ ഒരു ശാശ്വത ഭവനം ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന് നിത്യത മുഴുവൻ പാർക്കുവാൻ ഒരു ശാശ്വത ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്ര വലിയ വീട്ടിലൊരു മനുഷ്യൻ പാർത്താലും ആ ശാശ്വത ഭവനത്തിൽ അവൻ എത്താൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഇവിടുത്തെ നേട്ടങ്ങൾ കൊണ്ടെന്താ അർത്ഥം? ഇവിടെ മണിമാളികൾ പണിത് മനുഷ്യനിവിടെ ജീവിച്ചാൽ എത്ര വർഷം ജീവിക്കും? 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 വർഷം ഇവിടെ ജീവിക്കുന്നു. പക്ഷേ ദൈവം ഒരുക്കി ശാശ്വത വീട്ടിൽ അവൻ എത്തുന്നില്ലെങ്കിലോ? കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ദൈവം ഒരുക്കുന്നുണ്ട്. അബ്രഹാം വലിയ ധനികനായിരുന്നെങ്കിലും അബ്രഹാം കൂടാരങ്ങളിലാണ് പാർത്തത്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ അബ്രഹാമിൻ്റെ കൊച്ചുമക്കള് ഒക്കെ ചോദിച്ചു കാണും, അപ്പച്ചൻ എന്താ നല്ലൊരു വീട് വെക്കാത്തത്? നല്ല വീട് വെക്കുന്നതിന് ഞാൻ എതിരല്ല. എന്നാൽ അബ്രഹാം അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അബ്രഹാം പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അഥവാ എല്ലാ മനുഷ്യനും മനസ്സിലാക്കണം, ഇവിടെ അവൻ ശാശ്വതവാസിയല്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അവൻ്റെ ശരീരം ഒരു താൽക്കാലികമായ വീടാണ്, താൽക്കാലികമായ ഒരു കൂടാരമാണ്, അത് പൊളിയാനുള്ളതാണ്. ഈ താൽക്കാലികമായ വീടിനെക്കുറിച്ചല്ല കൂടുതൽ ചിന്തിക്കേണ്ടത്, അകത്തെ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തെക്കുറിച്ച് ചിന്തിക്കണം.
അഥവാ ആത്മശരീരത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ലഭിക്കാനിരിക്കുന്ന ശാശ്വത ഭവനമാണ്. അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രമുള്ള പ്രത്യാശയാണ് ഈ ഭൂമിയിലെ വീടിനു പകരം ദൈവം എനിക്ക് നിത്യതയിൽ വസിക്കേണ്ടതിനും വേറൊരു വീട് ഒരുക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വരും. നമ്മുടെ നിത്യ വീട്ടിൽ നമ്മെ ചേർക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയുമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലും നാം വായിച്ചു, ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ശലോമോൻ 12-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഈ ലോകം മായയാണ്, ലോകത്തിലുള്ളതെല്ലാം മായയാണ്. പക്ഷെ ഇതിനപ്പുറം ശാശ്വതമായ ഒന്നുണ്ട്. ശാശ്വതമായ ഒരു ഭവനമുണ്ട്, നിലനിൽക്കുന്ന ഒരു ഭവനമുണ്ട്, ഒരു നിത്യഭവനമുണ്ട്. ഈ ജീവിതത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ചു പുതുജനനത്തിലൂടെ ആ ശാശ്വത വീടിന് അർഹരായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഈ ലോകത്തുള്ളതെല്ലാം മായയാണെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞങ്ങളുടെ ശരീരം ഒരു താൽക്കാലിക ഭവനമാണല്ലോ. ഞങ്ങൾ പാർക്കുന്ന വീടും ഒരു താൽക്കാലിക വീടാണല്ലോ. ഇതിനപ്പുറം ദൈവം ഒരുക്കുന്ന ഒരു ശാശ്വതമായ വീടുണ്ടെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആ വീട്ടിൽ എത്തുവാൻ തക്കവണ്ണം, നിത്യതയ്ക്ക് ഓഹരിക്കാരായി തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479-241-9821, 960-552-1715.